ഇന്ന് നമ്മൾ ആവോലി പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ആവോലി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്തിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇത് ചേർത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്തു. ഇത് നമുക്ക് കുറച്ച് നേരം വയ്ക്കാം, ഒരു അരമണിക്കൂർ നേരം വയ്ക്കാം. അതിനുള്ളിൽ നമുക്ക് ഇതിലേക്ക് ഉള്ള മസാല റെഡിയാക്കാം. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റത് ചൂടാക്കുക. ഇനി ഇതിലേക്ക് ഒരു 5 സബോള ചെറുതാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴന്ന് വരുന്നത്. നല്ലോണം വഴന്ന് വരുന്നത്. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനെ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പിടാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉപ്പ് വല്ലാണ്ട് കൂടിപ്പോകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഈ മുളക് നല്ല എരിവുള്ളതാണ്, അത് കാരണം 1 മുളക് എടുത്തിട്ടുള്ളൂ. എരിവില്ലാത്തതാണെങ്കിൽ 2-3 എണ്ണം ചേർക്കാം. ഇനി നന്നായി വരണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് ഇത്ര ആയാൽ മതി. നമ്മൾ തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റണം ഇതിൽ. അതിന് മുമ്പ് കുറച്ച് മസാലപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം വഴറ്റാം. നല്ലോണം വഴന്ന് വരണം. മുളകിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. അതുവരെ നമുക്ക് വഴറ്റാത് നല്ലോണം. മസാലയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3 ഇടത്തരം തക്കാളി, ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ ഒരു കുടംപുളി, ഇത്രയും പീസ്, ഇത് നമുക്ക് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലോണം വഴറ്റാം. നല്ലോണം ഈ തക്കാളി ഇതിൽ അലിഞ്ഞു ചേരണം. അതുവരെ നമുക്ക് വഴറ്റണത്. നല്ലോണം ഇത് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം അലിഞ്ഞു ചേർന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. 4 ടേബിൾ സ്പൂണേ ഉള്ളൂ. ഇത് ഒന്നും കൂടെ വറ്റിക്കാം നമുക്ക്. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് വരും. ഇതൊന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലോണം ഇത് വഴഞ്ഞിട്ടുണ്ട്. നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
പൊള്ളിക്കാനായിട്ട് വാഴയില വാട്ടിയെടുക്കണം. അതെങ്ങനെയാണ് ആദ്യം കാണിച്ചു തരാം. വാഴയില വാട്ടുന്നത്. വാഴയില നമുക്ക് വാട്ടാം. ഞാനിത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വാഴയില വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ പോയി നന്നായി വാടി വരണം, ഇല്ലെങ്കിൽ അത് നമുക്ക് കെട്ടാൻ പറ്റില്ല. നമുക്കിത് വാട്ടി കൊടുക്കാം. ഇതേപോലെ 3 വാഴയില വെച്ചിട്ടുണ്ട്. 3 വാട്ടിയെടുക്കുക. നല്ലോണം വാടിയിട്ടുണ്ട് വാഴയില. വാഴയില വാട്ടിയിലേക്ക് ഞാനിപ്പോൾ മസാല വയ്ക്കാൻ പോവാണ്. ഉണ്ടാക്കിയ മസാല ആദ്യം കുറച്ച് മസാല ഇങ്ങനെ പരത്തി വയ്ക്കുക. നല്ലോണം മസാല പരത്തി വെച്ചിട്ട് അതിലേക്ക് മീൻ വയ്ക്കാം. അതിന് മീതെ ഒന്നും കൂടെ മസാല പരട്ടാം. ഇത് ഈ മീൻ വറുത്തിട്ട് ചെയ്യുന്നതുണ്ട്. ഞാനിപ്പോൾ സാധാരണഗതിയിൽ വറുക്കാണ്ടാണ് ചെയ്യണത്. വറുത്തിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പിന്നെ ഈ മീൻ ഇതിൽ വയ്ക്കാം. ഇനി നമുക്ക് മടക്കി കെട്ടാതെ ഒരു നൂല് വെച്ച് കെട്ടാം നമുക്ക്. നമ്മളത് 3 കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് നമുക്ക് ഇതിലും ചെയ്യാം, നോൺ സ്റ്റിക്കിലും ചെയ്യാം. ഞാനിപ്പോൾ ചട്ടിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് ഈ കെട്ടി വെച്ചത് ഇതിൽ വെക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരെണ്ണേ വെക്കണുള്ളൂ. നോൺ സ്റ്റിക്കിൽ പരന്ന നോൺ സ്റ്റിക്ക് ആണെങ്കിൽ 3 എണ്ണം ഒരുമിച്ച് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഒരെണ്ണം വെച്ചിട്ട് ബാക്കിയുള്ളത് വേറെ ചട്ടിയിലാണ് വെക്കുന്നത്, ബാക്കി 2 എണ്ണം. അപ്പോൾ ഇത് നമുക്ക് ഇനി മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് 15 മിനിറ്റായി. ഇനി ഞാനിത് തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിടാണ്. മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റെഡിയാവും, വെന്ത് കിട്ടും നല്ലോണം. അപ്പോൾ അത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് തുറക്കാണ്. തീ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് ഈ പുകയൊക്കെ ഒന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ല വാഴയിലയുടെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റാതെ നല്ലോണം അങ്ങനെ മസാലയൊക്കെ നല്ലോണം മുരിഞ്ഞ് മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക്. നല്ല ടേസ്റ്റുള്ള ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ മീതെ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ കുറച്ച് പുളി ഇഷ്ടമുള്ളവർക്ക് നല്ല പുളിയുടെ ടേസ്റ്റും കിട്ടും. നല്ല ടേസ്റ്റുള്ള മസാലയാണ്. നല്ല ടേസ്റ്റുള്ള ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്.